താമരശ്ശേരി ആനപ്പാറപ്പൊയിലാണ് അനയ്യയുടെ വീട്. അച്ഛനമ്മ, ഒരു ചേട്ടൻ, അനിയൻ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേട്ടനും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനുമുള്ള കുടുംബമാണ്. കുട്ടിയുടെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിച്ചു. അച്ഛൻ എന്നോടൊപ്പം ഉണ്ട്. സഹിക്കാനാവാത്തൊരു അവസ്ഥയാണല്ലോ. താനാവുന്നില്ല. നിങ്ങൾ സ്കൂളിൽ എത്തിച്ചതിന് ശേഷമാണോ സംസ്കരിച്ചിരുന്നത്? സ്കൂളിൽ കൊണ്ട് എല്ലാ കുട്ടികളും കാണിച്ചു, ടീച്ചർമാരെ കാണിച്ചു, എന്നിട്ട് അടക്കം ചെയ്തു. 10-20 കുട്ടികൾ കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും വരണ്ടേ, അവർക്ക് മാത്രമായിട്ട് വരുമോ? ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കറക്റ്റ് കിട്ടണം, എന്നിട്ട് അറിയാം ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള അറിയാൻ കഴിയുമോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിയില്ല. ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ അമീബ ഇങ്ങനെ ആയിരുന്നു ഉള്ളത് അറിയാൻ പറ്റുമോ? അതും അറിയണം. ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് കുട്ടി ഇത്രയും ഈ അമീബ ഒന്നരാഴ്ച എടുക്കില്ലേ? കുട്ടിക്ക് പനിച്ചത് രാത്രി 8 മണിക്കാണ്. പിറ്റേ ദിവസം 3-4 മണിക്കുള്ളിൽ മരണം സംഭവിച്ചു. ഇത്രയും സമയം കൊണ്ട് ഈ മരണം സംഭവിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു അസുഖത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് കാര്യമായിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ഈ അസുഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. മരണം കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നപ്പോഴാണ് ഈ ഇത്രയും സമയത്തിനുള്ളിൽ മരണപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ ശരിയായൊരു ചികിത്സ കിട്ടാത്തതിന് ആണല്ലോ. ഈ അസുഖമാണെങ്കിലും ഒരു 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് അവർക്കറിയാം. ഞങ്ങൾക്ക് സാധാരണ പനി എന്നേ തോന്നുള്ളൂ. അവർക്കറിയാലോ എന്തുകൊണ്ട് അവർ വിട്ടില്ല, ഡിലേ ആക്കി എന്തിനാ? ഈ കുട്ടിക്ക് ഇത്രയും ഫിക്സ് ആവുന്നവരെ വെച്ചിരുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. വെള്ളം ഒഴുകുന്ന നേരം കുളിക്കാൻ വരുന്നു, കുളം ഒഴുകുന്ന നേരം ഒഴുക്ക് നിന്നുണ്ടെങ്കിൽ കുളിക്കരുതെന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കലുണ്ട്. പിന്നെ കുട്ടീൻ്റെ രക്ഷിതാവ് തന്നെ കൊണ്ടുവന്ന് ഇവിടെ കുളിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കുളിക്കുന്നതാണ്. അധികം അങ്ങനെ സാമ്പത്തികമായൊന്നും ശേഷിയില്ലാത്തൊരു കുടുംബമാണ്. പിതാവ് തൃശ്ശൂർ സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഏതായാലും ഈ കുട്ടി സമീപത്ത് തന്നെയുള്ള കുളത്തിൽ കുളിച്ചിരുന്നു 2 ആഴ്ച മുൻപ്. അവിടെ നിന്നാണ് ഈ അസുഖം വന്നിട്ടുണ്ടാവുക എന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത്. കുളത്തിലെ സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള പ്രതിരോധ നടപടികളും ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് കൂടി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടമായിരിക്കുകയാണ്.